വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം ഭാര്യയെ വെടിവെച്ച് കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഈ സംഭവം നടക്കുന്നത്. ഗുജറാത്ത് മാരിടൈം ബോർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള യശ് രാജ് സിംഗ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ രാജേശ്വരി ഗോഹിൽ, ഈ രണ്ടുപേരുമാണ് മരിക്കുന്നത്. കുടുംബ വഴക്കാണ് ഈ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ലൈസൻസ് ഉള്ള റിവോൾവർ ഉപയോഗിച്ചായിരുന്നു യശ് രാജ് ഭാര്യയ്ക്ക് നേരെ വെടിയുതിർത്തത്. ആ കൊലപാതകത്തിന് ശേഷം ഇയാൾ തന്നെ ആംബുലൻസിനെ വിളിക്കുകയാണ്. ഈ ആംബുലൻസ് സംഘം പറന്നെത്തി. മെഡിക്കൽ സംഘം എത്തിയപ്പോഴേക്കും പക്ഷേ ഭാര്യ രാജേശ്വരി അവരുടെ മരണം സംഭവിച്ചു. മരണവിവരം സ്ഥിരീകരിച്ച് ആംബുലൻസ് സംഘം മടങ്ങുന്ന തൊട്ടു പിന്നാലെ മറ്റൊരു മുറിയിൽ പോയി യശ് രാജും സ്വയം വെടിവെച്ച് ജീവനൊടുക്കി. മുൻ ഗുജറാത്ത് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ എംപിയുമായിട്ടുള്ള ശക്തി സിംഗ് ഗോഹിലിന്റെ സഹോദരപുത്രനാണ് ഈ മരിച്ച യശ് രാജ്. തോക്ക് കൈകാര്യം ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടിയതാകാമെന്നുള്ള സാധ്യതയാണ് പക്ഷെ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അവർ പറയുന്നതിന് ചില കാര്യങ്ങളുണ്ട്. അത്രമാത്രം സ്നേഹത്തിലായിരുന്നു ആ ഭാര്യയും ഭർത്താവും എന്നാണ് ഇവർ കണ്ടതെല്ലാം. എന്നാൽ അവരുടെ ഉള്ളിലുള്ളിൽ നടന്നത് എന്താണെന്ന് വ്യക്തതയില്ല എങ്കിൽ പോലും പുറംമൂടിയിൽ അവർ അടുത്ത സ്നേഹിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. അപ്പം എന്ത് പറയുന്നത് കേൾക്കാം. दुखद बात है, हमारे परिवार के लिए भी दुखद है, शक्ति सिंह जी के परिवार के लिए भी बहुत बड़ा धक्का पहुंचा है, दुखद घटना है। जिस तरीके से पूरी वारदात में ये नौजवान है, इसको कोई व्यसन नहीं था। मैरीटाइम बोर्ड में अभी थोड़े वक्त पहले ही इसने डिपार्टमेंटल एग्ज़ाम देकर प्रमोशन प्राप्त किया था और थोड़े टाइम के बाद इसका पत्नी का पासपोर्ट जो रिन्यूअल के लिए था तो वो सब प्रोसीजर ख़त्म करके वो विदेश भी घूमने जाना था। तो बने दंपति बहुत खुश थे अपने जीवन में। मैं मानता हूँ ये बहुत दुखद समय है. വളരെ സന്തോഷവാനും സന്തോഷവതിയുമായിരുന്നു രാജേശ്വരിയും ഭർത്താവ് യശ് രാജും എന്നാണ് കുടുംബാംഗങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ചില കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് ഇയാൾക്ക്, അതായത് യശ് രാജിന് ജോലിയിൽ പ്രമോഷൻ കിട്ടിയതിൻ്റെ അതിൻ്റെ സന്തോഷം ആ കുടുംബം പങ്കുവെച്ചതാണ്. ഇനി അതുമാത്രമല്ല, ഈ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ചേർന്നുള്ള ഒരു വിദേശ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. അതിനുവേണ്ടി രാജേശ്വരിയുടെ പാസ്പോർട്ട് പുതുക്കിയതും ഏതാനും ദിവസങ്ങൾ മുമ്പാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ജീവനൊടുക്കാനുള്ള സാഹചര്യം എന്താണ് എന്നാണ് ഈ കാരണങ്ങൾക്ക് നിരത്തിക്കൊണ്ട് ആ കുടുംബം ചോദിക്കുന്നത്. തണലും തോക്കിൻ്റെ ലൈസൻസ് രേഖകൾ, ആംബുലൻസിലേക്ക് വിളിച്ച ഫോൺ റെക്കോർഡുകൾ എന്നിവയെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ മൊഴി കൂടി ഇതിൽ രേഖപ്പെടുത്തും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വ്യക്തത വരും എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.